Hello, this is my first vlog. Yes. Okay. ഫസ്റ്റ് വ്ളോഗല്ലേ, അപ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ ആരംഭിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം 5 അപ്പോൾ എല്ലാം റെഡിയായി സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഗേൾസ് ആദ്യമായിട്ട് മൂന്നാർ ബസ്സിൽ പോകാൻ പോവാണ്. എനിക്ക് എന്തോ പോലെ ഉണ്ട്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടില്ല, എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ടതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാഗിലോട്ട് കയറ്റിയാൽ മാത്രം മതി. രാത്രിയെല്ലാം സെറ്റാക്കി വെച്ചു. ഞങ്ങൾ ആക്ച്വലി 3 കസിൻസ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ പോലെ എനിക്കറിയില്ല. ഇതല്ല ഇനി വെച്ചിട്ട് കാണാം. പാക്കിംഗ് ചെക്ക് ലിസ്റ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യണേ. ഓക്കെ, അങ്ങനെ അപ്പം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കസിൻസ് ഇവിടെ വരും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ഓരോന്നോരായിട്ട് കാണാം. 6.5 hours ട്രാവൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വഴിക്ക് ഫുഡ് കഴിക്കാൻ നിർത്തും. എന്നാലും ഒരു ബലത്തിന് ഒരു ഡബിൾ ബിൾസേ അടിച്ചിട്ടുണ്ട്. അങ്ങനെ കസിൻസ് എല്ലാം വന്നു. 2 കസിൻസ് ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ടോട്ടൽ 3 പേര്. അങ്ങനെ ഇവിടുന്ന് ഒരു 15 minutes നമ്മുടെ കായംകുളം ബസ് സ്റ്റാൻഡാണ്. അവിടെ കൊണ്ടുവിട്ടു ഞങ്ങളുടെ പാപ്പി. അങ്ങനെ അവിടെ എത്തി. ഒരു 7 മണിക്കുള്ള ബസ്സിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മളെവിടെ പോന്നേ? ശോകമുഖമായിട്ടൊക്കെ നിൽക്കും ഞങ്ങൾ. ബസ്സും കാത്ത് രാവിലെ എണീറ്റ് മുഖമാണ്. ഇതാണോ? ഇതല്ലായിരുന്നു. കുറച്ചു ബസ്സൊക്കെ വന്നു, പക്ഷെ നമ്മൾ കണ്ടില്ല. അത് ദൂരെ മാറിയിട്ടേക്കുന്നു. അങ്ങനെ ബസ്സിലൊക്കെ പോലെ വിശക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ബസ് നിർത്തിയേക്കാണ്. പ്യോർ വെജ്, അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ. നമ്മൾ കണ്ടക്ടർ ദോ ഇരിക്കും. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ആർക്കും അട്ടല്ലേ നമ്മളിവിടെ. കൊള്ളാവോ? കൊള്ളാവോ? ഡ്രൈവർക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് ഫുഡ് കിട്ടിയോണ്ട് ഞങ്ങൾ കുറച്ച് താമസിച്ചു അവിടെ നിന്ന് എടുക്കാൻ. അങ്ങനെ നല്ല നല്ല വ്യൂ ഉള്ള സ്ഥലം വന്നു തുടങ്ങി. ആകെ പ്രശ്നം തോന്നിയത് ഇങ്ങനെ ഒലച്ചിൽ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ടായിരുന്നു. ഈ വളവിലൊക്കെ പുള്ളി ഗിയർ ഡൗൺ ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ നല്ല അത്യാവശ്യം സ്പീഡിലും പോയത്. പുള്ളി ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ സ്പോട്ടൊക്കെ എത്തി. ഞങ്ങൾ ആക്ച്വലി 3 പേര് 3 അറ്റമായിരുന്നു ബുക്ക് ചെയ്തത് സൈറ്റ് സീയിങ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂന്നാർ ബസ് സ്റ്റാൻഡ് എത്തിയിട്ട് നമ്മൾ അവിടുന്ന് വേറൊരു ബസ് പിടിച്ചു. നമ്മുടെ റിസോർട്ടിൻ്റെ ഏത് സ്ഥലമാണെന്ന് വിളിച്ച് തിരക്കിയിട്ട് ആ റൂട്ടിലേക്കുള്ള ബസ് പിടിച്ചു. മൂന്നാർ എത്തിയിരിക്കുകയാണ്. തണുപ്പില്ല. ഞങ്ങൾ റിസോർട്ടിലേക്ക് തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. മഴയും പൊടിക്കുന്ന അടിപൊളി മൂഡ് വൈബ്. മരുന്ന വഴിക്ക് തണുപ്പില്ലായിരുന്നെങ്കിൽ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. കാറ്റും മഴയും ആ ഒരു മൂഡ്. 23 എനിക്കൊന്ന് മഴ മൂന്നാർ പോയതപ്പൊ 24 ആണല്ലോ. എനിക്ക് മഴ പെയ്യുന്നതിന്റെ ഒരു ചെറിയതായിരിക്കും. 3 മണിയാകുമ്പോ 22 ഡിഗ്രി. ഞങ്ങൾ സത്യം പറഞ്ഞ എത്തിയതുള്ളൂ സ്ഥലം. അങ്ങനെ റൂം എത്തിയിരിക്കുകയാണ്. മഴ പെയ്യോ? മഴയൊന്നും പെയ്യത്തില്ലെന്നാണ് പറയുന്നത്. ഇച്ചിരി ചാൻസ് ഉണ്ടെന്ന്. റൂം അത്യാവശ്യം ഒരു ആവറേജ് റൂം നമ്മൾ എടുത്തേക്കുന്നത്. കാണിക്കാം റൂം ടൂർ. ശശിയായി നമ്മൾ ചെക്ക് ചെയ്യാൻ പറയുകയാണ്. പിന്നെ റൂം ടൂർ അങ്ങനെ വലിയ ആഡംബരമൊന്നുമില്ല. ഒരു ആവറേജ് റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇറ്റ് വാസ് ഗുഡ്. അതിനുശേഷം ഐഷാക്ക് റീൽസ് ഇടാൻ വേണ്ടി എന്തോ ഡാൻസ് വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ഫോഗ്, അടിപൊളി ഫോഗായി. നമ്മൾ വന്നോട്ടല്ല നല്ല ഫോഗായി. അവൾ കുറേ കളിച്ച്. സത്യത്തിൽ ഇതിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നോട് പഠിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് ഞാൻ മടി കാരണം പഠിച്ചില്ല. അങ്ങനെ കുറേ ബ്ലൂപ്പറൊക്കെ ഞങ്ങളുടെ കിട്ടി. ബട്ട് അവളുടെ നല്ലത് കിട്ടി. ഞങ്ങൾ തന്നെ റോഡിൽ ഫുഡ് കഴിക്കാൻ പോയി. താഴെ തന്നെ ചെറിയ കടയുണ്ട് ചേച്ചിയുടെ. അവിടെ ഞങ്ങൾ പോയി. അപ്പോഴാണ് കാണുന്നത് ഭയങ്കര ഫോഗ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ മഞ്ഞ് ഈ താഴ്വരയും ഒരു 2:30 ആയതുള്ളൂ. എന്നിട്ടാണ് ഈ മഴ പെയ്തുകൊണ്ട് കോട അടിച്ചു കയറുന്നുണ്ട്. അടിപൊളി.
ഇതില് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ. കാണാൻ പറ്റുന്നില്ല, മൊത്തം ഓടി കിടക്കുക, മൂക്ക് വരെ ഒലിക്കുക. അവിടെ കുറെ ബൈക്കേഴ്സ് ഒക്കെ വീഡിയോ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റ് നൂഡിൽസും കിട്ടി വിത്ത് സം വിൻറ്റേജ് തമിഴ് സോങ്. നല്ല രസമായിരുന്നു. പിന്നെ ആ നൂഡിൽസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇപ്പൊ കോടയെല്ലാം കുറഞ്ഞ് എന്തോ ഹോണ്ടയുടെ ഒരു സ്ഥലത്തോടൊക്കെ ഞങ്ങൾ ചുമ്മാ നടക്കുക. എവിടെ എത്തുമെന്ന് അറിയത്തില്ല. ചുമ്മാ ഐഷ ഈസ് വ്ലോഗിങ്. തണുപ്പില്ല. അടിപൊളി കോടയ്ക്ക് ശേഷം കോട എല്ലാം പോയി. പക്ഷെ നമുക്കത് ആ ഒരു വിറ്റ്നസ് ചെയ്യാനുള്ളൊരു മൊമെന്റ് അതെല്ലാം കിട്ടി. അയ്യോ എന്തോ ഒരു ഇതല്ലേ. കാരണം ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം ഒരുമാതിരി ഇങ്ങനെ കിടക്കുന്നു ഫുൾ. ഐഷ ചുമ്മാ പേടിപ്പിച്ചു. അത് യൂസ് ചെയ്യല്ലേ, പിള്ളേർ കാണുന്നുണ്ട്, യൂസ് ചെയ്യരുത്. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഓടാൻ റെഡിയാണോ? കേട്ടോ കേട്ടോ. ആരെ ഡ്രസ്സൊക്കെ കിടക്കുന്ന ആരെയുടെ സീന്. എല്ലാം ഞാൻ വെറുതെ പറഞ്ഞു, അവിടെ വലിയ സീനില്ലായിരുന്നു. താഴെ ഒരു വീടൊക്കെ കണ്ടു. ഇറങ്ങിയ പോലല്ല, കേറാൻ നല്ല പാട്. വയസ്സായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഇല്ലാതെ ഞങ്ങൾ വന്നത് എവിടെ പോകണമെന്നൊക്കെ. അങ്ങനെ നമ്മുടെ റിസോർട്ടിന് താഴെ തന്നെ കുറേ ടീ ഗാർഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി ഇൻസ്റ്റഗ്രാമിലിടാൻ വേണ്ടി ഫോട്ടോ റീലൊക്കെ എടുത്തു. നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് വേറൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത് തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, അങ്ങോട്ട് വിട്ടു. ഞങ്ങൾക്ക് അങ്ങനെ ബസ് കിട്ടാണ്ട് ഞങ്ങളത് സാഹസമായി ഒരു സ്പോട്ട് എത്തിയപ്പോൾ ഒരുപാട് കടകളും കാറിൽ വരുന്നവരൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സഹകരണം. കുറച്ച് തമിഴന്മാരുണ്ടല്ലോ, ഭയങ്കര സ്നേഹമാണ്. ആ ഭയങ്കര. ബാക്കി പറയണ തെറ്റാണ്. ചേച്ചി എനിക്ക് മിക്സ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോബെറി ആൻഡ് ബട്ടർ സ്കോച്ച്. താങ്ക് യു. ഞാൻ ഐസ്ക്രീം വാങ്ങുന്ന സമയത്ത് ഐഷയുടെ ഫേവറേറ്റ് കോണൊക്കെ വാങ്ങി. താഴെക്കൂടലി ഞങ്ങൾ അങ്ങനെ 3 ഐറ്റം തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുന്ന വണ്ടി. എനിക്ക് ഈ തണുപ്പത്ത് ഐസ്ക്രീം, മഴയത്ത് ഐസ്ക്രീം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോർമലി എനിക്ക് ഞാൻ ഐസ്ക്രീം കഴിക്കാം. നോർമലല്ല ഗൈസ്. ആക്ച്വലി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വലുതായിട്ടൊന്നുമില്ല. ഒരു വട്ടം വന്നവരാണെങ്കിൽ പിന്നെ വരാൻ ഒരിത് കാണത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഗൈസ് നോക്കൂ, ഈ പൂവിന്റെ പേരാണ് അസലായിട്ടുണ്ട്. സ്കൈ നോക്കൂ, ആസ് ബ്യൂട്ടിഫുൾ ആസ് മിയ. അതെ, നിങ്ങൾ ഒരേ കളറ്. അതെ, പക്ഷെ ബ്യൂട്ടിഫുൾ സ്കൈ തന്നെ. ഞങ്ങളിപ്പോ ഉള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ഇവിടെ ഫുള്ള് മറ്റു സിനിമ ഉണ്ടല്ലോ, പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക്. അങ്ങനെ കുറെ ചെറിയ കടയിലൊക്കെ കയറി ഇറങ്ങി. ഒന്നും വാങ്ങുന്നില്ല വലുതായിട്ട്. ഇവിടെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഓരോ ചെടിയുടെ പേരും കണ്ട് ഓർണമെന്റ് വേണോ? ഇതിനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകാം. ഇതെന്തോ തലയെ വെച്ചോണ്ട് നടക്കുകയാളോ? കോളിഫ്ലവർ പോലെ ഇരിക്കുന്നല്ലേ. ഇത് മെന്റൽ ആയിട്ടുള്ളവർക്ക് വേണ്ടിട്ടുള്ള. നീ വെച്ചോ. മെന്റൽസിനുള്ള ഓർണമെന്റ്. എനിക്ക് വയ്യ ഇനി. ഇവർ രണ്ടുപേരോട് മത്സരിച്ച് ചളി അടിക്കാണ്. അയ്യേ. എന്റെ കമീലിയ എവിടെ പോയതോട്ടെ? നീ എന്ത് പറഞ്ഞല്ലോ? എന്തോ പ്രസ്. അയ്യേ, അതല്ല. അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിപ്പോയി. സ്റ്റാർ ബാംഗ്ലൂരിലാണോ ബൊട്ടാണിക്കൽ ഗാർഡൻ? ഗാർഡൻ ടൂർ ആണോ?
ഹാർട്ടിനകത്തൂടെ നടക്കും. വാ, വ്ളോഗർ ടു ബി. ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല. രണ്ട് വ്ളോഗേഴ്സിന്റെ ഇടയ്ക്ക് സ്റ്റക്കായി പോയി. ഇനി മടുത്ത് ഗൈസ്, എനിക്ക് വയ്യ. ഇപ്പഴും ഇങ്ങനെ വേറെ ഷോയാ ഗൈസ്, വേറെ ഷോയാ, മൈൻഡ് ചെയ്യണ്ട. ഞാനിങ്ങനെ ക്യാമറ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പൂക്കി വേണ്ട. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ എന്ത് പറയുന്നത്, എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ എന്താ ഞങ്ങൾക്ക് അറിയാം. പുളിയോ പൊളിയോ പുളി പക്ഷെ ഭയങ്കര പുളിയല്ല. നമ്മൾ ഓറഞ്ച് ഉപ്പിലിട്ട് നിന്നാ എങ്ങനെ ഇരിക്കും അതുപോലെ പുളി. നാരങ്ങ. ഒന്നും പറയണ്ട, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സഹകരണമുള്ള ആൾക്കാരാണ്. അതെ, അത് പ്രത്യേകിച്ച് ബസ് ഡ്രൈവേഴ്സ്. ഇപ്പൊ ഞങ്ങൾക്ക് എവിടെ പോണോ എന്ത് പോണോ ഒന്നും അറിയാതെ ഞങ്ങളുടെ ഫുൾ കൺഫ്യൂഷൻ. ചുമ്മാ വന്നേ ഗൈസ്, രണ്ടു ഉടുപ്പും പാക്ക് ചെയ്തോണ്ട് ഇങ്ങ് വന്നു. വേറൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വന്നപ്പോ ഉണ്ട് ഈ കണ്ടക്ടർ ഞങ്ങൾ സത്യം പറഞ്ഞ ദൈവം കൊടുത്തതാണ്. അതുപോലെ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് എവിടൊക്കെ പോണം. കണ്ടക്ടർ അല്ല, ഡ്രൈവർ. ഡ്രൈവറെങ്കില് പുള്ളിക്കാരൻ എല്ലാം പറഞ്ഞു സെറ്റാക്കി തന്ന്. നമ്പറൊക്കെ വാങ്ങിച്ച്. കൊഴുക്കുമല ഒന്ന് മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു, സൺറൈസ് ഒക്കെ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ വട്ടവടയിലോട്ട് പോയിട്ട് തിരിച്ച് അപ്പൊ ഞങ്ങള് നാളത്തെ ഫുൾ ഒരു പ്ലാൻ സെറ്റായി. നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ എല്ലാം സെറ്റ് ആക്കി അതുപോലെ നടന്നാൽ മതിയായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അത് കാണാം. റിസോർട്ടിന് തന്നെ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ടു ബി ഹോണസ്റ്റ് ആ കറി വലിയ രസമില്ലായിരുന്നു. പനീർ പൊറോട്ട പിന്നെ നല്ലായിരുന്നു. അച്ചാറും തൈരൂടെ ഇപ്പോ സമയം 4. ഞങ്ങള് കുളുക്കുമലയിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഐഷ എത്ര ഡിഗ്രി ആയി? 9 ഡിഗ്രി. 4 മണി. നമ്മളവിടെ എത്തുമ്പം 8 ഡിഗ്രി കാണിക്കുന്നുണ്ട്. ഇത് സഹിക്കാൻ പറ്റുമോ അറിയത്തില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങള്. കാരണം സൺറൈസ് കാണാൻ പറ്റുന്ന അറിയണം, ഭയങ്കര മഴയാണെന്ന് കാണും. ഫോഗ് ആവുമ്പം സൺസെറ്റിനി കാണാൻ പറ്റുമെന്ന് തോന്നില്ല. എന്നാലും നമുക്കില്ല നമുക്കൊരു ഓഫ് റോഡ് ജീപ്പ് റൈഡിലാണ് നമ്മൾ. അങ്ങനെ ഞങ്ങള് നല്ല മഴയുണ്ട്. അടിപൊളി കോട. നോക്ക് കോട. റോഡ് കാണാം ഇവിടെ നിന്നിട്ട്. നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കുക. അങ്ങനെ നമ്മള് ജീപ്പിലേറി സെറ്റായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ക്യാമറ കിട്ടുന്നില്ല, ഒന്നും കാണാമല്ലേ വയ്യ. ലിറ്ററലി ഒന്നുമില്ല. ഇപ്പൊ തന്നെ പോകുമ്പോ നല്ല കുലുക്കമുണ്ട്. അപ്പൊ ഇനി ഓഫ് റോഡ് നല്ല വെളുപ്പിന് ഇരുട്ടത്ത് ഞങ്ങൾ വൈബ് ചെയ്ത് പോവാണ്. ഓഫ് റോഡ് ആയിട്ടില്ല ഇതുവരെ. അതിലിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്നറിയില്ല. മാക്സിമം 6 പേരെ ഒരു ജീപ്പിൽ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വേറെ റിസോർട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് കൂട്ടിന് 3-4 പേരോട് ഉണ്ട്. 8 ഡിഗ്രിയിലേക്ക് നമ്മുടെ ഇല്ല വായിക്കൂടെ പുക വരുന്ന അവസ്ഥയായിട്ടുണ്ട്. ഇപ്പൊ വരുന്നോന്ന് അറിയത്തില്ല. ഇപ്പൊ ഇല്ല, ചെറുതായിട്ട് വന്നു കുറച്ച്. അപ്പൊ നമ്മള് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കിടക്കുന്നതിന്റെ കുറച്ച് ഫോമും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ഈ പോകുന്ന വണ്ടിയെല്ലാം അങ്ങോട്ടാണ്. കുറച്ചേരം പോസ്റ്റായി, പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തു. സോ ഇപ്പോഴാണ് ഓഫ് റോഡ് ശരിക്കും കയറിയത്. ഞങ്ങളുടെ കൂടെ ഉള്ളവർ പരിചയപ്പെട്ട് വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെ തന്നെ ആയിരുന്നു. പിന്നെ ഭയങ്കര സീനായിരുന്നു. അത് നമ്മൾ വിചാരിക്കുന്നോട്ടൊരു കുലുക്കമല്ല. എൻ്റെ കയ്യിലിരുന്ന് ഫോണൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു. അവർ പറഞ്ഞ് ഫോൺ മാറ്റി വെക്കാൻ. ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ റിസ്ക് എടുത്തിട്ട് വീഡിയോ എങ്ങനെയൊക്കെയോ എടുത്തതാണ്. നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഇങ്ങനെ വെളി വരുന്നൊരു അവസ്ഥയായിരുന്നു. ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത്ര ഇതുപോലെ ഒരുപാട് ജീപ്പ് നമ്മളെ ഫ്രണ്ടിൽ ബാക്കിലായിട്ടുണ്ട്. ബ്ലോക്കായിട്ട് അതിനകത്ത് നിൽക്കുവാണ്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയ
ലക്ഷ്യമില്ല, മറിഞ്ഞ് കിടക്കുക, അടിപൊളി. ഒരു വട്ടയിലും എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കരുത്. അടിപൊളി. നമ്മൾ പോകുന്നത് 7,200 8,500 ഫീറ്റ്. 8,500 ടോട്ടൽ ഫീറ്റ്. നമ്മൾ പോകുന്നത് 7,200 ഫീറ്റിലേക്കാണ്. എന്താ പറയാനുള്ള? ഒന്നുമില്ല, നിങ്ങളെല്ലാവരും വരണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങൾ ഡെഡ് ആയപോലെ നിങ്ങളും ഡെഡാണ്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഒരു ടീ സ്റ്റോൾ ഉണ്ടായിരുന്നു, നൂഡിൽസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും ചായ ഓർഡർ ചെയ്തു. ഒരു രക്ഷയില്ലാത്ത ചായ, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചു നേരം വായിന്ന് പുകയൊക്കെ പുതിയ വിടുന്നുണ്ടായിരുന്നു. വരുവാണെങ്കിൽ ഈ കൊളുക്കുമലയിൽ ടീ വാങ്ങണം കേട്ടോ, ടീ പൗഡർ. ഏതാ മൂഡ്? കാരണം ഇവർ പറഞ്ഞു ഇവിടുത്തെ ടീ എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല സാധനമായിരുന്നു. എനിക്ക് കുടിച്ചപ്പോഴത് ഫീൽ ചെയ്തു, നല്ല കട്ടിപ്പല്ലാണ് അവർ ചായ ഇട്ടേക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ല പൊടി മഴ. ഇതേ നമ്മളൊരു അണ്ടർ റേറ്റഡ് സ്ഥലത്തോട്ട് വന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്, ഭയങ്കര ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര ആൾക്കാർ. ഇത് ടെൻ്റൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ. അടിപൊളി. ദേ നമ്മളൊരു കുട്ടി സ്ഥലം കണ്ടുപിടിച്ചു, അണ്ടർ റേറ്റഡ് സ്ഥലം, ആളില്ലാത്ത സ്ഥലം. എനിക്ക് എന്നിട്ട് അവിടെ നിന്ന് പാട്ടൊക്കെ പാടാൻ തോന്നി. അങ്ങനെ പാട്ടൊക്കെ പാടാം. കിളികൾ പറയാനിതൾ വിരിഞ്ഞ കഥയോ പുഴകളോ. അതിനുശേഷം നമ്മൾ എല്ലാവരും പോകുന്ന മെയിൻ സ്ഥലത്തേക്ക് പോയി. സൺസെറ്റ് കാണുമെന്ന് ഒരു പ്രതീക്ഷയില്ല ഈ ഒരു ഫോഗ് കണ്ടിട്ട്. എന്നാലും നമുക്ക് ആ എൻഡിൽ എത്തണമല്ലോ, നമ്മളിവിടെ വരെ. നമ്മളങ്ങനെ ടോപ്പിലെത്തി. നല്ല ക്രൗഡാണ്, പക്ഷെ എനിക്ക് ഇത്രയും ക്രൗഡ് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനത്തെ സ്ഥലത്ത് രാത്രി 2 മണിക്ക് ഞായറാഴ്ച വരെ ഇരിക്കുന്നതായിരിക്കും അപ്പം നല്ലത്. പല പല ചെവി വെച്ചാലോ? എടേ ഒരുപാട് സൂം വേണ്ട കേട്ടോ. എന്താ മതി മതി മതി. അങ്ങനെ ഞങ്ങളൊരു സൺറൈസ് കാണാൻ പോയതാണ്. ബട്ട് സൺറൈസ് ഒന്നും കണ്ടില്ല. പക്ഷെ അടിപൊളി കോട, കുറെ പിക്കൊക്കെ എടുത്തു. അതൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുക. ഇത് അങ്ങൊന്നും കാണാൻ വയ്യല്ലേ. മൂക്കൊക്കെ ചുവന്ന് നാച്ചുറൽ ബ്ലഷ് ആണ് ഇവിടെ നോക്കിയ. നാച്ചുറൽ ബ്ലഷ്. ഇത് നാച്ചുറൽ അല്ല കേട്ടോ, ഞാൻ ബ്ലഷ് ഇട്ടതാ. കൈക്കൊരു ബ്ലഷ്. ഞങ്ങളിങ്ങനെ ഊട് വഴി കൂടെ ഒക്കെ നടന്നു പോയപ്പം അവിടെ കുറച്ച് പേര് ടെൻ്റൊക്കെ കെട്ടിയെന്ന് പറഞ്ഞില്ലേ, അവർ പാട്ടൊക്കെ ഇട്ട്. ഞങ്ങൾ എന്താ ചെയ്ത് അവർക്ക് ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ ഡാൻസൊക്കെ ചെയ്തു. ഒരിതട് ഊതി വിടാൻ പോവാ. അവിടെ ഇല്ലല്ലേ? ഒന്നുകൂടി ജീപ്പുകളുടെ ഇടയ്ക്കൂടെ ഒരു യാത്ര. നമ്മളിത് ആ താഴത്തോട്ട് ഇറങ്ങാൻ പോവാ. അതിടയ്ക്ക് 2 പേര് നിപ്പുണ്ട്, കാണാൻ കൂടി വയ്യ. എനിക്ക് റീൽസ് ഇടാൻ വേണ്ടി ഞാൻ പാട്ട് പാടുമായിരുന്നു. ആ സമയത്താണ് അവർ നമ്മളെ മേളിൽ നിന്ന് ശബ്ദം കേട്ടിട്ട് നമ്മളെ വിളിച്ചു തിരിച്ചു പോകാൻ വേണ്ടി. അങ്ങനെ അത് ഒരു ബ്ലൂപ്പർ ആയി. പക്ഷെ ഞാൻ പാട്ട് പാടിയത് നിർത്തിയില്ല, ഫുള്ള് പാടി തീർത്ത്. അത് ബ്ലൂപ്പർ ആണെങ്കിലും ഞാനത് ഷോർട്സ് ആയിട്ടിരുന്നതായിരിക്കും, നിങ്ങൾ കയറി കാണണം കേട്ടോ. എന്നിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ കമൻസൊക്കെ ഇട്ട് പറയണം. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഒരു ടീ ഫാക്ടറി കൂടെ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഡ്രീമി ആയിട്ടൊരു ഉള്ള വിഷ്വൽസാണ് കാണാൻ പറ്റിയത്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ഇവിടാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. പക്ഷെ സിപ്പ് ലൈൻ ഒന്നും കോട കാരണം കാണാൻ പോലും വയ്യ. അതെ ഇവിടാന്ന് തോന്നുന്നു. റിയൽ ട്രക്കിംഗ്.
നമ്മളിപ്പോ നമ്മുടെ കൂടെ ഉള്ളവരെ ഡ്രോപ്പ് ചെയ്തു. ആക്ച്വലി സംസാരിച്ച് വന്നപ്പം നമുക്ക് അറിയാവുന്നവര് തന്നെ ആയിരുന്നു അത്. ഐ മീൻ നമ്മുടെ നാട്ടുകാരായിരുന്നു. നോക്ക് സ്മോൾ വേൾഡാ. മഞ്ഞ. അതെ സ്മോൾ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതാ വിശന്നിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ നോക്കാൻ പോവാ. നമ്മൾ കുറച്ച് ഇപ്പൊ എത്ര മണിയായി? കറക്റ്റ് 10 മണി വരെ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പോയി നോക്കാല്ലേ. 5 മിനിറ്റ് കൂടെ. എനിക്ക് ഇവിടെ എത്തിയപ്പോ കിടുങ്ങുന്ന ഭയങ്കരമായിട്ട്. എനിക്കൊന്നും ഇവിടെ കാറ്റ് കൂടുതലാ, അതിന്റെ ആയിരിക്കും. അവിടെ 8 ഡിഗ്രിയിൽ എനിക്ക് ഇത്രയും തണുത്തില്ല. ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് തണുത്ത. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഇവിടെ എല്ലാം പോകടിച്ച് ഒരു ബേബി കിച്ചൺ. ബേബിയുടെ ഡാഡി വന്ന് എന്നെ കയ്യേ മരവിച്ചിട്ട് ഫീൽ ചെയ്യുന്നില്ല. കഴിക്കാൻ ചൂട് കഴിയുന്ന സുഖം എന്തെങ്ങനെ ചൂട് ഡിന്നർ പോലല്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ട്രിപ്പ് കഴിയാറായി. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇനി മൂന്നാർ ടൗണിലോട്ട് പോയിട്ട് കുറച്ചെന്തേലും വാങ്ങാം അല്ലെ. ചോക്ലേറ്റ്, ക്യാരറ്റ് കിട്ടിയ അടിപൊളിയാണ്. ക്യാരറ്റ് വേണം, തണ്ടുള്ള ക്യാരറ്റ്, ചോക്ലേറ്റ്. ഇവിടെ ഒരുപാട് പേര് പറ്റിക്കും കേട്ടോ, ഫേക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നു. അതെ, മൈദ ഇട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കും. അങ്ങനെയല്ല, ഫേക്ക് ചോക്ലേറ്റ് ഇട്ട് ഉണ്ടാക്കുക, അത് വാങ്ങിക്കരുത്. ഇത് നല്ല ഒറിജിനൽ ക്വാളിറ്റി ഉള്ളതുണ്ട്, അത് നോക്കി വാങ്ങിക്കും. അതെ, എല്ലാവരും നമ്മുടെ ഈ വ്ളോഗ് സ്റ്റോറേജ് തീർന്നോ നോക്കട്ടെ. നമ്മുടെ വ്ളോഗ് മഴ ഇങ്ങനെ പൊടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഹെവി റെയിൻ ഒന്നും ഇവിടെ പെയ്യുന്നില്ല. പക്ഷെ നമ്മൾ വന്നിടത്തുള്ള കാറ്റടിക്കുമ്പോ ഉണ്ടല്ലോ, അല്ലാത്തപ്പോ സീനില്ലേ, കാറ്റൂടെ നനയുമ്പോഴാടി ഒന്നുകൂടെ പിന്നെ അവിടെ പോയി ബസ്സൊക്കെ ഉണ്ടോന്ന് തിരക്കണം. അപ്പൊ നമുക്ക് മൂന്നാർ സിറ്റിയിൽ ചോക്ലേറ്റ് ആണ്. ഞങ്ങൾ അങ്ങനെ മൂന്നാറിന്റെ തെരുവുകളിലൂടെ സഞ്ചരിക്കുകയാണ്. ചോക്ലേറ്റ് ഒരു കട കണ്ടു. അപ്പൊ ഞങ്ങള് വീട്ടിലത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങാന്ന് വിചാരിച്ചു. ഈ കാണുന്ന കടയിൽ നിന്ന് ഞങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ കുറച്ച് വാങ്ങിച്ചു വീട്ടിലത്തേക്ക്. പിന്നെ ഞങ്ങൾ നേരെ കൊച്ചിയിലേക്കാണ് പോയത്. ലുലുവിൽ കയറി ഒരു ആന കഴിക്കാനുള്ള വിശപ്പുണ്ടായിരുന്നു, അങ്ങനെ കഴിച്ചു. ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? How was the day? സോ ഗുഡ്. തലവേദന പിന്നെ ബസ്സിൽ ഫുള്ള് ഉറക്കമൊക്കെ ആയിരുന്നു. ഹലോ, ഇപ്പോൾ അടുത്ത ദിവസമായി. ഇന്നലെ ഞങ്ങൾ സേഫായിട്ട് ബസ്സിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നിർത്തി, അങ്ങനെ സേഫായിട്ട് നമ്മൾ എത്തി. ആൻഡ് ഒരു ബോധമില്ലാണ്ട് കിടന്നുറങ്ങി. അങ്ങനെ ഇപ്പം എണീറ്റിട്ട് നല്ല എന്താ പറയുക, നടുവൊക്കെ നല്ല സീനുണ്ട്. ഓവറോൾ പറയായിരുന്നെങ്കിൽ ട്രിപ്പ് നല്ലതായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ അറിയത്തില്ല, ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര അടിപൊളി ആയിരുന്നു ശരിക്കും. ആ ഒരു മേ ബി ഒരു ലക്കിൻ്റെ കൂടെ ആയിരിക്കും. ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പോയ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഞങ്ങളെപ്പോലെ പോകാൻ ആഗ്രഹിക്കുന്നവരോ പോകാൻ പോകുന്നവരോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടാം. ഞങ്ങൾ ജസ്റ്റ് ഒരു 1-2 ഡേ ട്രിപ്പേ ഉള്ളായിരുന്നു. ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ടാണ് വന്നത്, കണ്ടാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. പ്രത്യേകിച്ച് ഗേൾസ്, നിങ്ങൾ പോകാണ്ട് എന്താ പറ്റാത്തവരൊക്കെ കാണുമല്ലോ, പേടിച്ചിട്ട് ഗേൾസ് മാത്രം പോയാൽ സീന് കാണുമോ, അങ്ങനെയൊക്കെ പേടിച്ചിട്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങ് പോവുക. എന്നുവെച്ചാൽ പഠിക്കുമെന്ന് നമുക്ക് കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി, കുറേ നെറ്റ്വർക്കിങ് കാര്യങ്ങളൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ക്ലോസ് ചെയ്യാട്. ഇത് അവിടെ വെച്ചത് വേറെ എടുക്കാൻ പറ്റില്ല, അവിടെ ഇപ്പം എടുക്കുന്നത് ക്ലോസ് ചെയ്യാൻ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഫൺ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഈ വ്ളോഗ് കാണുന്നത്. അപ്പം സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അടുത്തത് ഇടാൻ വേണ്ടി. അപ്പോൾ see you next time. Bye.